കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെയാണ് ഉണ്ടാക്കിയത്. ഇതിന്റെ കൈയും കാര്യങ്ങളൊക്കെ നമ്മൾ ജോയിന്റ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്ന ഒരു രീതിയിൽ എത്തിച്ചായിരുന്നു. അതുപോലെ തന്നെ ഈ ക്ലോത്ത് എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തായിരുന്നു ഇതിന് കുറച്ച് ചേഞ്ചസ് കൂടെ വരുത്തണമെന്ന്. ഒന്നാമത്തെ കാര്യം ഞാൻ കുറേ കമന്റ് കണ്ടത് ഇതിനകത്തൊരു വൈറ്റ് ടീഷർട്ട് വേണമെന്നാണ്. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഹെഡ് ഓട്ടോമാറ്റിക്കലായിട്ട് തിരിയുന്ന പോലെ ഈ സ്റ്റിയറിംഗ് തിരിയുമ്പോൾ നമ്മുടെ ഹെഡിന് ഒരു മൂവ്മെന്റ് വരുവാണെങ്കിൽ നല്ലതാണെന്ന് കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അടുത്ത നമ്മളൊരു ഓഫ് റോഡ് പോകുന്നുണ്ട്. അതിന് മുമ്പായിട്ട് വണ്ടിയിൽ കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവന്റെ ഈ ഡ്രസ്സ് മൊത്തം ഊരി മാറ്റണം. നമ്മൾ ടീഷർട്ട് കണ്ടല്ലോ, വൈറ്റ് ടീഷർട്ടാണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ടീഷർട്ട് ഇല്ല. അത് ഞാൻ ഇത് ഊരി കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ടീഷർട്ട് ഊരുന്നതിൻ്റെ സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവരുടെ ഊരുണ്ട്. ഇതാണ് നമ്മുടെ വൈറ്റ് ടീഷർട്ട്. ശരിക്കും ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ, കാരണം നമ്മുടെ ടീഷർട്ട് വരുന്നതുകൊണ്ട് ഇത് കാണത്തില്ല. അതുമല്ല നമുക്ക് ടേൺ ചെയ്യണമെങ്കിൽ ഫുള്ള് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേൺ ചെയ്യാൻ പാടാണ്, കാരണം ഇത് നമ്മളിവിടെ ഒട്ടിച്ചേക്കുവാണ് കേട്ടോ. പിന്നെ തലയും കൂടെ ഊരിയെടുക്കണം. തലയ്ക്കൊക്കെ നമ്മൾ വേറൊരു പ്രത്യേക ടൈപ്പ് ജോയിൻ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ റിമൂവ് ചെയ്യേണ്ടി വരും, കാരണം നമ്മൾ ടേൺ ചെയ്യുന്ന രീതി വെക്കുമ്പം ഇത് പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ജോയിൻ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി റീപ്ലേസ് ചെയ്യണം. പാൻറ്റും കൂടെ ഊരിയെടുക്കാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ടെക്നിക്കാണെന്ന് പറഞ്ഞു തരാം. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ സെർവോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഹാൻഡിൻ്റെ ജോയിൻറ്റ് വരുന്നത് അല്ലേ. ശരിക്കും ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു രീതിയിലാണ് നമുക്ക് അകത്ത് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പോർഷൻ സ്റ്റഡി ആയിട്ട് തന്നെ നിന്നിട്ട് ഇങ്ങനെ ഒരു റൊട്ടേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതേ നിന്ന് നമുക്ക് രണ്ട് ഗിയർ കണക്ട് ചെയ്യുവാണെങ്കിൽ ഹെഡ് തിരിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗിയേഴ്സ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് 300 രൂപയ്ക്ക് നമുക്ക് കുറേ ഗിയേഴ്സ് കിട്ടും. ഒരുപാട് സാധനങ്ങളുണ്ട്, പല ടൈപ്പിലുള്ളത്. പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. നമുക്ക് ഇങ്ങനെയുള്ള ബേസിക് DIY പ്രോഗ്രാമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെഡ് റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗിയറിലേക്ക് നമ്മളൊരു ആക്സിൽ കയറ്റിയിടുവാണ്. ഇത് നമ്മുടെ പഴയ വണ്ടിയുടെ ഏതൊരു കമ്പിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗിയർ ഇങ്ങനെ വരും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യും. ചെയ്യുമായിരിക്കും കേട്ടോ, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ഗിയർ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഗിയേഴ്സ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ടേണിങ് എന്തോരം വരുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, ഏകദേശം ഇങ്ങനെയാണ് നോർമലി നമ്മുടെ ഹാൻഡ് പൊസിഷൻ വരുന്നത്. നമുക്കിവിടെ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ തിരിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്ത് വേണം, ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ് വരുമ്പം ടേണിങ് ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്ക് സംശയമുണ്ട്. വലിയ പ്രശ്നങ്ങളില്ലായിരിക്കും കേട്ടോ. ഇത്രയും ചെറിയൊരു ടേണിങ്ങേ നമുക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് ഹെഡിന് കറക്റ്റ് മൂവ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇതിനെല്ലാം അസംബിൾ ചെയ്തിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇതുപോലുള്ള അടിപൊളി സാധനങ്ങൾ നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഓൾട്രേഷൻസ് കൂടെ വരുത്താനുണ്ട്. നടക്കുന്ന അങ്ങോട്ട് ഒരു ആക്ഷനാണ് വന്നേക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഹാൻഡ് അതനുസരിച്ച് കറക്റ്റ് പൊസിഷൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഗിയറിലേക്ക് കൊടുക്കാൻ പറ്റും. ഇതേ അങ്ങനെ നമ്മുടെ ഹാൻഡിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫ്രണ്ട്. ഇപ്പോൾ തല തിരിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിൻ്റെ നോർമൽ പൊസിഷൻ ഇതാണ്, നമ്മുടെ സ്റ്റിയറിങ്ങിലോട്ട് പിടിക്കുന്നുള്ള. അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ചെറിയൊരു മൂവ്മെൻറ്റ് ഹാൻഡിന് വരുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്, ഈ ഒരു മൂവ്മെൻറ്റേ വരുന്നുള്ളൂ. ഇപ്പോൾ ഫുള്ള് താത്തി കഴിഞ്ഞാൽ തല തിരിഞ്ഞു പോകും. ഇനി നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇത് കുറച്ച് ടൈറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വർക്ക് ചെയ്യുമായിരിക്കും. ചെറിയ മൂവ്മെൻറ്റെങ്കിലും വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം.
അപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ ബാക്കി ഡ്രസ്സിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ടെസ്റ്റിംഗ് ടൈമാണ് കേട്ടോ. വർക്കാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്നാലും നമ്മൾ ഫസ്റ്റ് ടെസ്റ്റാണ്. നമ്മളിത് ഡ്രസ്സ് ഇട്ടിട്ട് ഇതുവരെ ഞാൻ ഓണാക്കി നോക്കിയിട്ടില്ല കേട്ടോ. ഡ്രസ്സ് ഇടാത്തപ്പം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം അറിയാം ദ മൊമെൻ്റ് ഓഫ് ട്രൂത്ത്. ഇതുണ്ടല്ലോ, ഒരു സൈഡിലേക്ക് വെക്കുമ്പോൾ വലിയ മൂവ്മെൻറ്റ്, ഒട്ടും മൂവ്മെൻ്റ് ഇല്ല ഹെഡിന്. മറ്റേ സൈഡിലേക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ആ ചെറിയ മൂവ്മെൻ്റ് ആണേലും രസമുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് കാരണം ഈ ജോയിൻറ്റ് ശരിക്കും മൂവ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ജോയിൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ച് വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഈ ജോയിൻറ്റ് ഈ പൊസിഷനിൽ നിൽക്കുവാണെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്ലോത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ജോയിൻറ്റും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. നമ്മൾ ആ ജോയിൻറ്റിനെ ഒന്നുകൂടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ സാധനം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പെർഫെക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് പറ. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ ഒരു പെർഫെക്ഷനിൽ ഈ സാധനം വർക്ക് ചെയ്യുന്നുള്ള സംഭവം. ഞാൻ പെർഫെക്റ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പ്ലാൻ ചെയ്ത പോലെ അല്ല ഇത് വന്നേക്കുന്നത്. എൻ്റെ പ്ലാനിങ് അനുസരിച്ചാണെങ്കിൽ ആ ഹെഡ് സ്മൂത്ത് ആയിട്ട് തിരിയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് 3 സെർവോ ഒക്കെ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പല ടൈപ്പ്. അപ്പോൾ ഈ സെർവോ ഒക്കെ കൊടുത്തിട്ട് സ്മൂത്ത് ആയിട്ട് ഹെഡ് തിരിയുന്ന പോലെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മൾ ചെയ്ത് വന്നപ്പോഴത്തേക്കിന് നമ്മൾ ഗിയറും കാര്യങ്ങളൊക്കെ ചെയ്തത് അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ചെറിയൊരു സ്റ്റക്ക് ആവുന്നുണ്ട്. പക്ഷേ അത് പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീലാണ്. നിങ്ങൾ നോട്ട് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ റിമോട്ട് തിരിക്കുന്ന സമയത്ത് നോർമലി നമ്മൾ തിരിക്കുന്ന കറക്റ്റ് റെസ്പോൺസീവായിട്ട് അവിടെ ഹെഡ് തിരിയുന്നതാണ്. പക്ഷേ ഇവിടെ തിരിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ ഒരു പോയിന്റിൽ ഹെഡ് തിരിഞ്ഞു, റിട്ടേൺ വരുന്നില്ല ഞാൻ തിരിക്കുമ്പോൾ. ഇതുണ്ടല്ലോ, അവിടെ അത് സ്റ്റക്കായിട്ട് തന്നെ നോക്കിയിരിക്കുവാണ് അങ്ങോട്ട്. ഇതുവരെ ഹെഡ് ചെറിയൊരു മൂവ്മെൻറ്റാണ് വന്നിട്ടുള്ളൂ. ഇത് നമ്മൾ റൈറ്റ് തിരിക്കുന്ന സമയത്ത് റൈറ്റിലേക്ക് തിരിഞ്ഞു. അതിനുശേഷം നമ്മൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്കിന് ഹെഡ് അവിടെ തന്നെ നിൽക്കുവാണ് കേട്ടോ. സെൻട്രൽ എത്തുമ്പോഴത്തേനും ഹെഡ് അവിടെ തന്നെ ഇരിക്കുവാണ്. ഇനി നമ്മൾ ലെഫ്റ്റ് തിരിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ ഹെഡ് വരത്തുള്ളൂ. നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ ക്യാരക്ടേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെല്ലാത്തിനകത്ത് സെർവോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെഡ് എപ്പോഴും സ്മൂത്ത് ആയിരിക്കും. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന അതേ മൂവ്മെൻറ്റ് തന്നെ ഹെഡിനും വരും. പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും. ഞാൻ വേറെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഗിയേഴ്സ് യൂസ് ചെയ്തിട്ട്. നമ്മളിത് ചെയ്ത് വന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. പക്ഷേ സാധനം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗിയേഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്യാരക്ടറിനെ ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, RC കാറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി കുറച്ച് പണികളും കൂടെ ഉണ്ട്, അതുകൂടെ പെട്ടെന്ന് ചെയ്തിട്ട് നമുക്ക് റൈഡ് പോകണം. അപ്പോൾ ഇത്തവണത്തെ ഫൈനൽ അപ്ഡേറ്റ് ഇതാണ് കേട്ടോ. ഒരു വർക്കിംഗ് വിഞ്ചാണ്. അപ്പോൾ ഇതുകൂടെ നമുക്ക് ഫിക്സ് ചെയ്യണം. പക്ഷേ ഇതിന് നമ്മളിപ്പോൾ പവർ കൊടുക്കുന്നില്ല, കാരണം ഇതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, വയർലെസ്ലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു യൂണിറ്റോടെ മേടിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രയൽ റൺ പോലെ വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇതുകൂടെ ഫിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ വിഞ്ച് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബമ്പറിൻ്റെ 2 സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. അത് ഓഫ് റോഡിന് നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വർക്കിംഗ് വിഞ്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ബമ്പേഴ്സ് എല്ലാം മാറേണ്ടി വരും, കാരണം ഈ പാർട്ടെല്ലാം വരുന്നത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക്കിൽ വിഞ്ച് ഹോൾഡ് ചെയ്യത്തില്ല. നമ്മൾ വിഞ്ച് യൂസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ വലിച്ചു പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മളിതെല്ലാം മെറ്റലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. ഇപ്പോൾ എന്താണ് ഡമ്മി ആയതുകൊണ്ട് സീനില്ല കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ വിഞ്ച് വെച്ചപ്പോൾ വണ്ടിയുടെ ലുക്ക് ചെറുതായിട്ട് മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ ഇതിനെ വർക്കിംഗ് ആക്കും. ഈ വണ്ടിയായിട്ട് നമ്മൾ അടുത്ത ദിവസം ഓഫ് റോഡ് പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എന്തായാലും പുറകെ വരും കേട്ടോ. പുതിയൊരു ലൊക്കേഷനാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ.